വീട്ടിലെ മേശപ്പുറത്തും ഡ്രോയറിലും പഴയ ബില്ലുകളും പേപ്പറുകളും കുന്നുകൂടി കിടക്കുന്നു. ഒരു പ്രധാനപ്പെട്ട ബില്ല് അല്ലെങ്കിൽ പേപ്പർ വേണമെന്ന സമയത്ത് അത് കണ്ടെത്താൻ പറ്റാതെ വിഷമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഒരു പേപ്പർ തിരയാൻ തുടങ്ങിയിട്ട് ഒടുവിൽ മേശ മുഴുവൻ അലങ്കോലമാക്കിയ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. കാരണം ഇന്ന് ഞാൻ വീട്ടിലെ പേപ്പറുകളും ബില്ലുകളും എങ്ങനെ വളരെ എളുപ്പത്തിൽ ക്രമപ്പെടുത്തി വയ്ക്കാം എന്ന് കാണിച്ചു തരാം. ഇത് ചെയ്യാൻ വലിയ ചെലവോ പ്രത്യേക സാധനങ്ങളോ ഒന്നും വേണ്ട. ചെറിയ കുറച്ച് ശീലങ്ങൾ മാത്രം മതി. നമ്മുടെ വീടുകളിലെ ഏറ്റവും വലിയ കുഴപ്പങ്ങളിൽ ഒന്നാണ് പേപ്പറുകൾ. വീട്ടിൽ പുതിയ സാധനങ്ങൾ വാങ്ങുമ്പോൾ ബില്ല് കിട്ടും, ബാങ്കിൽ പോയാൽ പേപ്പറുകൾ കിട്ടും, കുട്ടികളുടെ സ്കൂളിൽ നിന്ന് നോട്ടീസുകൾ വരും, ആശുപത്രിയിൽ പോയാൽ റിപ്പോർട്ടുകൾ കിട്ടും, കൊറിയർ വന്നാൽ റെസീപ്റ്റ് കിട്ടും. ഇങ്ങനെ ഓരോ ദിവസവും കുറച്ച് പേപ്പറുകൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ആദ്യം ഒരു പേപ്പർ മാത്രം ആയിരിക്കും, പിന്നീട് രണ്ടെണ്ണം. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒരു ചെറിയ കൂമ്പാരമാകും. പിന്നീട് ആ ചെറിയ കൂമ്പാരം വലിയ കൂമ്പാരമായി മാറും. നമ്മളത് കാണും. പക്ഷെ പിന്നീട് നോക്കാം എന്ന് കരുതി മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെച്ചത് തന്നെ പിന്നീട് വലിയ പ്രശ്നമാകും. പല വീടുകളിലും ഒരു പേപ്പർ കോർണർ ഉണ്ടാകും. മേശയുടെ ഒരു മൂലയിലോ അലമാരയുടെ ഒരു ഷെൽഫിലോ ഡ്രോയറിനുള്ളിലോ പേപ്പറുകൾ കൂട്ടിവച്ചിരിക്കുന്ന ഒരു സ്ഥലം. അത് ആദ്യം ചെറിയ കൂമ്പാരമായിരിക്കും, പക്ഷേ പിന്നീട് അത് വളരാൻ തുടങ്ങും. ഒരു ദിവസം ഒരു പ്രധാനപ്പെട്ട പേപ്പർ ആവശ്യമായി വരും. അപ്പോൾ ആ കൂമ്പാരം മുഴുവൻ തിരയേണ്ടി വരും. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത് നേരത്തെ ഒന്ന് ക്രമപ്പെടുത്തി വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം വീട്ടിലുള്ള എല്ലാ പേപ്പറുകളും ഒരിടത്തേക്ക് കൊണ്ടുവരാം. ഡ്രോയറിൽ ഉണ്ടെങ്കിൽ അവിടെ നിന്ന്, അലമാരയിൽ ഉണ്ടെങ്കിൽ അവിടെ നിന്ന്, ബാഗിൽ ഉണ്ടെങ്കിൽ ബാഗിൽ നിന്ന്, മേശപ്പുറത്തുണ്ടെങ്കിൽ അവിടെ നിന്ന്. വീട്ടിൽ എവിടെയൊക്കെ പേപ്പറുകൾ ഉണ്ടോ അവയെല്ലാം ഒരിടത്ത് വയ്ക്കാം. ഇപ്പോൾ നമുക്ക് വ്യക്തമായി കാണാം യഥാർത്ഥത്തിൽ എത്ര പേപ്പറുകൾ ഉണ്ടെന്ന്. ഇത് കണ്ടാൽ ചിലർക്ക് അത്ഭുതം തോന്നും, ഇത്രയും പേപ്പറുകൾ വീട്ടിലുണ്ടായിരുന്നോ എന്ന്. ഇനി ഓരോ പേപ്പറും എടുത്തു നോക്കാം. ആദ്യം ഒരു ചോദ്യം ചോദിക്കുക, ഇത് എപ്പോഴും ആവശ്യമുള്ളതാണോ, അല്ലെങ്കിൽ ഇനി ആവശ്യമില്ലാത്തതാണോ? പഴയ ഓഫർ പേപ്പറുകൾ, പരസ്യങ്ങൾ, കാലഹരണപ്പെട്ട നോട്ടീസുകൾ, ആവശ്യമില്ലാത്ത ചെറിയ ബില്ലുകൾ, ഇവയൊക്കെ മാറ്റിവെക്കാം. പലപ്പോഴും നമ്മൾ സൂക്ഷിക്കുന്ന പേപ്പറുകളുടെ പകുതിയിലധികവും ആവശ്യമില്ലാത്തതായിരിക്കും. അവ മാറ്റിയാൽ തന്നെ വലിയൊരു വ്യത്യാസം കാണാം. ഇപ്പോൾ ബാക്കിയുള്ള പ്രധാനപ്പെട്ട പേപ്പറുകൾ വേർതിരിക്കാം. ഒരു ഭാഗത്ത് ബില്ലുകൾ, ഒരു ഭാഗത്ത് ആശുപത്രി റിപ്പോർട്ടുകൾ, ഒരു ഭാഗത്ത് ബാങ്ക് രേഖകൾ, ഒരു ഭാഗത്ത് കുട്ടികളുടെ സ്കൂൾ പേപ്പറുകൾ. ഇങ്ങനെ ഓരോ വിഭാഗങ്ങളാക്കി വയ്ക്കാം. ഇത് കേൾക്കുമ്പോൾ വലിയ ജോലി പോലെ തോന്നാം, പക്ഷെ ചെയ്തു തുടങ്ങിയ വളരെ എളുപ്പമാണ്. ഇനി ഒരു ഫയലോ ഫോൾഡറോ എടുക്കാം. വളരെ വില കൂടിയ ഫയലുകൾ വാങ്ങേണ്ടതില്ല. വീട്ടിലുള്ള സാധാരണ ഫയൽ മതിയാകും. ഓരോ വിഭാഗവും അതാത് ഫയലിൽ വയ്ക്കുക. അങ്ങനെ ചെയ്താൽ പിന്നീട് ഒരു പേപ്പർ വേണമെങ്കിൽ എവിടെ നോക്കണമെന്ന് നമുക്ക് അറിയാം. തിരഞ്ഞ് സമയം കളയേണ്ട ആവശ്യമില്ല. ഇനി മറ്റൊരു നല്ലൊരു ശീലം പറയാം. പ്രധാനപ്പെട്ട പേപ്പറുകൾ മൊബൈലിൽ സ്കാൻ ചെയ്ത് സൂക്ഷിക്കുക. ഇന്ന് മിക്ക ഫോണുകളിലും സ്കാൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. സ്കാൻ ചെയ്ത ശേഷം ഫയലിന് വ്യക്തമായ പേര് നൽകുക. ഉദാഹരണത്തിന് കറന്റ് ബില്ല്, മെഡിക്കൽ റിപ്പോർട്ട്, ഇൻഷുറൻസ് രേഖ, ബാങ്ക് രേഖ. ഇങ്ങനെ പിന്നീട് ആവശ്യമായ സമയത്ത് വളരെ വേഗം കണ്ടെത്താൻ നമുക്ക് പറ്റും. പേപ്പർ നഷ്ടപ്പെട്ടാലും ഒരു കോപ്പി നമ്മളുടെ കൈവശം ഉണ്ടാകും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുതിയ പേപ്പറുകൾ വീട്ടിലേക്ക് വന്നാൽ അവ മേശപ്പുറത്തിട്ട് പോകാതിരിക്കുക. ഉടൻ തന്നെ തീരുമാനിക്കുക, ഇത് സൂക്ഷിക്കണോ, കളയണോ, സ്കാൻ ചെയ്യണോ. ഈ 3 തീരുമാനങ്ങളിൽ ഒന്ന് ഉടനെ എടുക്കുക. ഇതാണ് പേപ്പർ ക്ലട്ടർ വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. പലരും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്, എല്ലാ പേപ്പറുകളും സൂക്ഷിക്കും. ഒരു വർഷം പഴക്കമുള്ള ചെറിയ ബില്ല് പോലും കളയില്ല. പക്ഷേ എല്ലാ പേപ്പറുകളും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമായവ മാത്രം സൂക്ഷിച്ചാൽ മതി. അല്ലാത്തവ വീടിനുള്ളിൽ സ്ഥലം മാത്രം പിടിക്കും. വീട് വൃത്തിയാക്കുമ്പോൾ നമ്മൾ പഴയ സാധനങ്ങൾ മാറ്റാറുണ്ട്. അതുപോലെ പേപ്പറുകളും ഇടയ്ക്കിടെ പരിശോധിക്കണം. വേണ്ടാത്തവ മാറ്റണം. അപ്പോഴാണ് വീട്ടിൽ കൂടുതൽ സ്ഥലം ലഭിക്കുക. കൂടാതെ മനസ്സിനും ഒരു ആശ്വാസം കിട്ടും. ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം പറയാം. വീട് എത്ര മനോഹരമായി അലങ്കരിച്ചാലും മേശപ്പുറത്ത് പേപ്പറുകൾ കിടക്കുമ്പോൾ ആ ഭാഗം അലങ്കോലമായി തോന്നും. പക്ഷേ
അതേ മേശപ്പുറം കാലിയാക്കി വൃത്തിയാക്കി വെച്ചാൽ മുഴുവൻ വീടിനും ഒരു ഭംഗി കിട്ടും. ചെറിയ മാറ്റമാണെങ്കിലും വലിയ വ്യത്യാസം കാണാം. ഇനി ഒരു ചലഞ്ച് ചെയ്താലോ? ഈ വീഡിയോ കണ്ട ശേഷം ഇന്ന് തന്നെ വീട്ടിലുള്ള ഒരു ഡ്രോയർ മാത്രം തിരഞ്ഞെടുക്കൂ, അല്ലെങ്കിൽ ഒരു മേശ മാത്രം. വീട് മുഴുവൻ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കണ്ട. ഒരു സ്ഥലം മാത്രം വൃത്തിയാക്കൂ. അവിടെയുള്ള പേപ്പറുകൾ ക്രമപ്പെടുത്തൂ. 5 മിനിറ്റ് മാത്രം മതി. അത് കഴിഞ്ഞാൽ കിട്ടുന്ന സന്തോഷം നിങ്ങളെ അടുത്ത സ്ഥലം കൂടി വൃത്തിയാക്കാൻ പ്രേരിപ്പിക്കും. ആഴ്ചയിൽ ഒരു ദിവസം ഒരു 5 മിനിറ്റ് ഇതിനു വേണ്ടി മാത്രം മാറ്റിവെക്കൂ. പുതിയ പേപ്പറുകൾ ഉണ്ടോ എന്ന് നോക്കൂ. വേണ്ടാത്തത് മാറ്റൂ. വേണ്ടത് ഫയലിൽ വയ്ക്കുക. ഇത്ര മാത്രം ചെയ്താൽ പേപ്പർ കൂമ്പാരം വീണ്ടും ഉണ്ടാകില്ല. വീട് വൃത്തിയായി ഇരിക്കാൻ നിലം തുടയ്ക്കുന്നതും അലമാര ക്രമപ്പെടുത്തുന്നതും മാത്രം പോരാ. ഇത്തരം ചെറിയ കാര്യങ്ങളും ശ്രദ്ധിക്കണം. കാരണം വീടിനെ അലങ്കോലമാക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ആദ്യം ശ്രദ്ധയിൽപ്പെടാറില്ല. അതിലൊന്നാണ് പേപ്പർ ക്ലട്ടർ. ഇന്നത്തെ വീഡിയോയിൽ വീട്ടിലെ പേപ്പറുകളും ബില്ലുകളും എങ്ങനെ വളരെ എളുപ്പത്തിൽ ക്രമപ്പെടുത്താം എന്ന് നമ്മൾ കണ്ടു. ഇന്ന് തന്നെ ചെറിയൊരു തുടക്കം കുറിക്കൂ. ഒരു ഡ്രോയർ, ഒരു മേശ അല്ലെങ്കിൽ ഒരു ഫയൽ, അത്രമാത്രം മതി. ചെറിയ തുടക്കങ്ങൾ തന്നെയാണ് പിന്നീട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമന്റായി അറിയിക്കാനും മറക്കല്ലേ.